കൊൽക്കത്ത ആർ.ജി. കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം കനക്കുന്നു. നാളെ ഒ.പി. അടക്കം ബഹിഷ്കരിച്ച് സമരം നടത്തുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ആർ.ജി. കർ മെഡിക്കൽ കോളേജിലെ 4 ഡോക്ടേഴ്സിനെ CBI ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു. മെഡിക്കൽ കോളേജ് ആക്രമണത്തിൽ 19 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. അത്യാഹിത വിഭാഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് അക്രമം ഉണ്ടായതെന്ന് കൊൽക്കത്ത ആർ.ജി. കർ മെഡിക്കൽ കോളേജ് ജൂനിയർ ഡോക്ടർ അഭിഷേക് മുഖർജി 24-നോട് പറഞ്ഞു. Where the mob is coming and what is their intention. He was really scared. Even we were scared. The females who were there, they were scared. They were continuously texting. Even we were so scared. We were continuously texting everyone. We were trying to reach the Kolkata police, who was unavailable. We were trying to reach the CP. He was unavailable. We were so scared at that particular moment. We didn't know for sure what to do next. All we have been doing was protesting against this heinous crime that has been committed in our college. All we want is justice and nothing else. We do not want to harm anyone. We do not want to disservice anyone. Our job is to serve the society. But if service is to be threatened by this kind of incidents, I do not know if we can continue this. I really don't know if we can do this. കൊൽക്കത്തയിൽ നിന്ന് പുതിയ വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, ഇന്ന് എങ്ങനെയാണ് ഈ പ്രതിഷേധത്തിന്റെ ഗതി? കൂടാതെ CBI കൂടുതൽ ഡോക്ടർമാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സാഹചര്യം എന്താണ്? വേണു, ഇന്നത്തെ പ്രതിഷേധങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നുള്ളത് മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ ഇന്ന് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്നു എന്നുള്ളതാണ്. വനിതാ നേതാക്കളുമായി ചേർന്നാണ് മമതാ ബാനർജിയുടെ പ്രതിഷേധം. 2 മണിക്കാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. ആ സമയത്തിൽ മാറ്റമുണ്ടാകുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഇതിൽ മുഖ്യമന്ത്രി ഉന്നയിക്കുന്ന പ്രധാന വിഷയം എന്നുള്ളത് ഈ CBIക്ക് ഒരു സമയപരിധി അന്വേഷണം പൂർത്തിയാക്കാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ ഞായറാഴ്ച എന്ന മമതാ പോലീസ് അന്വേഷണം പൂർത്തിയാക്കാൻ നേരത്തെ ആവശ്യപ്പെട്ട സമയപരിധി, ആ സമയപരിധിക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. CBI ശിക്ഷ ഉറപ്പാക്കണം മുഴുവൻ പ്രതികൾക്കും എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മമതയുടെ പ്രതിഷേധം. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ വലിയ ഗൂഢാലോചന തന്നെ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും എന്നുള്ളതാണ് മുഖ്യമന്ത്രി ആരോപിക്കുന്നത്. BJPയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി നേതൃത്വം നൽകുന്ന ഒരു പ്രതിഷേധം ആശുപത്രിക്ക് സമീപം ഇന്ന് നടക്കുന്നുണ്ട്. 11 മണിയോടെ വൈകിട്ട് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി പ്രതിഷേധവും കൊൽക്കത്തയിൽ ഇന്ന് നടക്കുന്നുണ്ട്. ഇന്നലെ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അത്യാഹിത വിഭാഗത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ അക്രമ സംഭവങ്ങളാണ് ഇതിൽ കൃത്യമായി വലിയൊരു രാഷ്ട്രീയ പോരിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അതുവരെ നടന്ന സാധാരണ നിലയിലുള്ള സമാധാനപരമായി സേവനങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധത്തിൽ നിന്നും കാര്യങ്ങൾ അക്രമത്തിലേക്ക് കടക്കുകയായിരുന്നു. ആൾക്കൂട്ടം ആശുപത്രിയിലെത്തി സമാധാനപരമായി പ്രതിഷേധിക്കുന്ന ഡോക്ടർമാർ അടക്കമുള്ളവർക്ക് നേരെ ആക്രമണം നടത്താൻ ശ്രമിക്കുകയും തുടർന്ന് പ്രവർത്തിച്ചു വരികയായിരുന്ന അത്യാഹിത വിഭാഗം അതിലെ അത്യാധുനിക ഉപകരണങ്ങൾ അടക്കമുള്ളവ തല്ലി തകർത്ത് ഉപയോഗശൂന്യമാക്കുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തി. ഇതിന് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ഇടപെടലും ഗൂഢാലോചനയുമുണ്ട് എന്ന് 2 വിഭാഗവും സർക്കാരിന്റെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ ആരോപിക്കുന്നു. അത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനും ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് ആരോപിക്കുമ്പോൾ അന്വേഷണം അട്ടിമറിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സമരക്കാരുടെ പ്രതിച്ഛായ തകർക്കാനും വേണ്ടിയാണ് ഇത്തരത്തിൽ തൃണമൂൽ ഗുണ്ടകൾ ഈ ആക്രമണത്തിലൂടെ ശ്രമിച്ചത് എന്നാണ് BJP, CPM, കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ആരോപിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. 19 പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൂടാതെ കൂടുതൽ പേരെ കണ്ടെത്തുന്നതിനായി പോലീസ് ഇവരുടെ ഫോട്ടോകൾ അടക്കമുള്ളവ പ്രസിദ്ധീകരിച്ച് വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. CBIയുടെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. വിഷയത്തിൽ ഇന്ന് 4 ഡോക്ടർമാരെ, ആർ.ജി. കറിലെ 4 ഡോക്ടർമാരെ ചോദ്യം ചെയ്യലിനായി CBI ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ അടക്കമുള്ളവരുടെ മൊഴി CBI രേഖപ്പെടുത്തിയിരുന്നു. ഈ ആശുപത്രി അധികൃതർ കൂടുതൽ പേരിലേക്ക് ചോദ്യം ചെയ്യൽ എത്തുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് എന്നാണ് CBI ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പിതാവിനെ അറിയിച്ചിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി കൊൽക്കത്തയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് നൽകുന്നത്. മമത തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ രാഷ്ട്രീയ സ്വഭാവം മുന്നിൽ കണ്ട് അതിനെ പ്രതിരോധിക്കാനാണ് വനിതാ നേതാക്കൾക്കൊപ്പം മമത തെരുവ് പ്രതിഷേധത്തിന് ഇറങ്ങുന്നത്. വിശദാംശങ്ങളാണ് ബൽറാം നൽകിയത്.